ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് ഗ്രാനി 3 ഒഫീഷ്യലായിട്ട് വന്ന ഒരു അപ്ഡേറ്റ് ഉണ്ട്. നമ്മുടെ ബലൂൺ ഹോട്ട് എയർ ബലൂണിൽ നമ്മൾ എസ്കേപ്പ് ചെയ്യുന്ന ആ ഒരു അപ്ഡേറ്റിങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് ഇൻസ്റ്റാൾ ആക്കിയിട്ടുണ്ട് ഗ്രാനി 3. അപ്പോൾ നമ്മളിന്ന് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആ ഒരു ഇവൻ്റ് ഇങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ബലൂണിനകത്ത് കയറി പറന്ന് പോകാൻ പോകണം. അപ്പോൾ ഇത് ഒരുപാട് നേരം നമ്മൾ കളിച്ചു. അവസാനം കൊണ്ടുവന്ന് ഗ്രാനി നമ്മളെ ഒരുപാട് പ്രാവശ്യം കൊന്ന് കളഞ്ഞു കഴിച്ചു. അതായത് ഈ പ്രാവശ്യം നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. അപ്പം ഇതേയുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കുട്ടികളും സബ്സ്ക്രൈബ് ചെയ്യും. അപ്പം നേരെ ഗെയിമിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ആദ്യം തന്നെ തറയിൽ പോയി ട്രെയിനിനകത്ത് നമ്മളെ ഇതിനകത്ത് ഓരോ സമയം ഓരോ സ്ഥലത്തായിരിക്കും. അപ്പോൾ ആ ട്രെയിനിനകത്ത് എന്തെങ്കിലും ഉണ്ടോ നമുക്ക് ആദ്യം തന്നെ പോയി ഉണ്ട് ഗൈസ്, ഒരു പാർട്ട് കാര്യങ്ങൾ ട്രെയിനകത്തുണ്ട്. അപ്പോൾ നേരെ ചെന്ന് ഊഷി തുറക്കാൻ പറ്റത്തില്ല അല്ലേ. നേരെ ഈ സാധനം റോബോട്ട് കിടന്ന് ബഹളം ഉണ്ടാക്കും. പിന്നെ ഗ്യാനി വരെ അടങ്ങിയറാം. അപ്പോൾ നേരെ കയറാൻ ഒക്കാത്ത സ്ഥിതിക്ക് എന്തായാലും നമ്മളവിടെ കണ്ടു ഗൈസ്. അപ്പം ട്രെയിനകത്ത് എന്തായാലും ഒരു സാധനം ആവശ്യമുണ്ട്. നമുക്ക് ആവശ്യമുള്ളൊരു സാധനം ട്രെയിനകത്ത് ഇരിപ്പുണ്ട്. എന്തായാലും ഇപ്പം മണ്ടയ്ക്കോട്ട് വേഗം കയറി പോകാൻ നോക്കാം. ഗ്രാനി ഇനി വരുമോ എന്നാണ്. പക്ഷേ ഗ്രാനി പെട്ടെന്ന് ജമ്പ് സ്കെയർ പോലെ വരുന്നുണ്ടാ ഗ്രാനിയും ഗ്രാൻഡ് ബോയ്. അതാണ് വിഷയം. അങ്ങനെ നമ്മൾ ഒരുപാട് പ്രാവശ്യം ജമ്പ് സ്കെയർ പോലെ വന്ന് നമ്മളെ തട്ടിക്കളഞ്ഞിട്ടുണ്ട്. കണ്ട കണ്ട ഇതാ കുഴപ്പം ഫ്രണ്ട്സ്. ഗ്രാനി ഇടയ്ക്കിടയ്ക്ക് ജമ്പ് സ്കെയർ ആയിട്ട് വരുന്നോന്നൊരു സംശയം ഇല്ലാതില്ല കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഗ്രാനിനെ വട്ടാക്കി പിടിച്ചിട്ട് നമുക്ക് നേരെ എങ്ങനെ വേണം പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യണം കേസ്. കാരണം നമ്മൾ ഒരുപാട് സമയം പോകുന്നുണ്ട് കേസ് ഈ സംഭവത്തിൽ. ഒരുപാട് കണ്ടുപിടിക്കാൻ അതിൻ്റെ ഇടയ്ക്ക് ഇമാര് വന്ന് നമ്മൾ അടിച്ചു കൊല്ലുന്നത് ഭയങ്കര ഇവിടെ കാര്യങ്ങളൊന്നുമില്ല കേസ്. എനിക്ക് ഭയങ്കര ലെക്ക് കുറവാണ് കേസ്. എനിക്കൊന്നും സാധനങ്ങളൊന്നും പെട്ടെന്ന് കിട്ടുന്നില്ല. അപ്പോൾ അടുത്ത ഒരു പാർട്ട് കണ്ടിട്ടുണ്ട്. ബലൂണിൻ്റെ അടുത്ത ഒരു പാർട്ട് നമുക്ക് അപ്പുറത്തായിട്ടുണ്ട്. എന്താണ് ആ കീ എന്ന് കാണാൻ പറ്റുന്നില്ലല്ലോ. അയ്യോ, ട്രെയിനിൻ്റെ കീ എന്ത് നമുക്ക് ഇനി ഇത് പൈസ മതി. കോയിൻ അതെന്തൊരു സാധനം നമ്മൾ മണ്ടയ്ക്ക് കണ്ട് കേട്ടോ. അതത് ഇപ്പം നമ്മുടെ ഹോട്ട് എയർ ബലൂണിൻ്റെ ഗ്യാസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് മറ്റേ ആരോ വല്ലതുണ്ടല്ലേ വെപ്പൺ കീ വെച്ച് കിട്ടുന്ന വെപ്പൺ വെച്ച് നമുക്ക് കല്ലും വെച്ച് എറിഞ്ഞിടാൻ പറ്റുമെന്ന് തോന്നുന്നു. അതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യണം. എന്തായാലും നമുക്ക് സമയം കളയാനില്ല. നേരെ വേഗം പോയി സംഭവങ്ങളൊക്കെ എടുത്ത് നമ്മൾ സംഭവം കംപ്ലീറ്റ് ചെയ്താൽ മതി എങ്ങനെയെങ്കിലും. ഓക്കെ ഫ്രണ്ട്സ്, എന്തായാലും കേസ് നമ്മൾ ഒരുപാട് സമയം അവിടെ കറങ്ങി നിന്ന് കേസ് തേങ്ങ എനിക്ക് തോന്നുന്നു തേങ്ങയ്ക്കകത്തുനിന്ന് നടന്ന് കോയിൻ കിട്ടുന്നത്. മിക്കപ്പോഴും തേങ്ങയ്ക്കകത്തുനിന്ന് കിട്ടണം. ചിലപ്പോൾ താക്കോല കാണാൻ കിട്ടിയാൽ തേങ്ങ അടക്കും. കേസ് എന്തായാലും നമുക്ക് ഒരു ഭാഗ്യം ചെറുതായിട്ട് നടുത്തൂടെ പോയിട്ടുണ്ട്. തേങ്ങയ്ക്കകത്തുനിന്ന് തന്നെ നമുക്ക് കോയിൻ കൈയാളെ കിട്ടുന്നുണ്ട്. നമുക്ക് വേഗം കോയിൻ ഇട്ട് കൊടുത്തുള്ള പരിപാടി നമുക്ക് ചെയ്യണം. ട്രെയിൻ അതാ വന്ന് തള്ളച്ചി ഇങ്ങനെയൊക്കെ വരുന്നത് ഭയങ്കര അബദ്ധമാണ് കേസ്. ഇനി മണ്ടയ്ക്ക് വേണ്ടി എത്ര സമയം എടുക്കുന്ന അറിയോ. അതായത് ചത്തില്ലല്ലോ, അത് മതി ഫ്രണ്ട്സ്. അപ്പം നമ്മൾ വന്ന് പോയിനെടുത്തെങ്കിൽ എൻ്റെ അടുത്തെത്തി നമ്മൾ ടിക്കറ്റ് കേളമായിട്ടുണ്ട്. പിന്നെ നമുക്ക് നേരെ പോയി ഒരു ബലൂണിൻ്റെ ഒരു പാർട്ട് ഞാനൊക്കെ എടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് റോബോട്ട് അധികം ചലിച്ച് ആളെ വിളിച്ചെടുത്തില്ല. ഇനി നമുക്ക് ഇങ്ങനെ സംഭവം എടുക്കുന്ന റോബോട്ട് തുറന്നിരുന്നു തോന്നുന്നു സ്റ്റോർ കയടെ. ഓക്കെ ഇനി നമുക്ക് വേറെ സാധനം എടുത്തിട്ട് പോകാം. ഇനി നമുക്ക് നേരെ വിട്ടു കൊടുക്കാം കേസ് മണ്ടയ്ക്കോട്ട്. ഇനി നമുക്ക് മണ്ടയ്ക്ക് വെളിയിൽ ഊമ്പി നമ്മൾ കൊണ്ടിടാന്ന് വെച്ചപ്പോൾ തന്നെ നമ്മൾ അടിച്ച് ഇട്ടിട്ടുണ്ട്. അതായത് കുഴപ്പമില്ല, നമ്മൾ ജനിച്ച് വീണിട്ട് തന്നെ നമ്മുടെ സാധനം കിട്ടുന്നുണ്ട്. അപ്പം അതിൽ ഇതെടുത്ത് നമുക്ക് പെട്ടെന്ന് നമുക്ക് സാധനങ്ങളെല്ലാം വെളിയിൽ കൊണ്ടിട്ടിട്ട് അപ്പോൾ അവിടുന്ന് നമുക്ക് പെട്ടെന്ന് സംഭവങ്ങൾ ഉണ്ടാക്കി നമുക്ക് രക്ഷപ്പെടാമെന്നുള്ളൊരു പ്ലാനിലാണ് നമ്മളിരിക്കുന്നത്. നമുക്ക് എല്ലാം അവിടെ കൊണ്ടിടണം. ഓക്കെ, ഈ ഭയങ്കര ടഫാണ് കേസ്. ഈ ഗ്രാനിയും ഡാഡിയും അല്ല ജമ്പ് സ്കെയർ പോലെ വരുന്നത്. അതാണ് ഈ മെയിൻ കുഴപ്പം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഒരുപാട് കളിച്ച് നമുക്ക് വെപ്പൺ ഗെയിം ആളൊക്കെ എടുത്തിട്ട് നമുക്ക് ഇവിടെ എന്തെങ്കിലും വെപ്പൺ എടുത്ത് നമ്മുടെ നരബലി അങ്ങോട്ടങ്ങ് തുടങ്ങാം. എങ്ങനെ ഇവിടെ ഒക്കെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അത് നമുക്ക് വേണ്ടൊരു മെയിൻ പാർട്ടി ഇട്ടുണ്ട്. ഇത് വെച്ച് തിരിക്കണം. ഓക്കെ, മറ്റില്ല ഫ്യൂവൽ അല്ല ഗ്യാസിൻ്റെ ഒരു ഗ്യാസ് ഓപ്പൺ ചെയ്ത് വിടുന്ന ഒരു വാൽവാന്ന് തോന്നുന്നു. ആ സംഭവം കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഓരോ കാര്യങ്ങൾ മിക്കതും ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചല്ല. ഞാൻ സാധനങ്ങൾ ഓരോന്ന് പോയി എടുത്താൽ മതി കേട്ടോ. നമുക്കൊരു തടി കിട്ടിക്കഴിഞ്ഞാൽ മുഴുവനും കിട്ടി. തടി ഷെഡ് കീ കിട്ടി. എനിക്കൊന്ന് ഷെഡിലെങ്ങാണ് നമ്മുടെ ഈ തടി കാണാൻ ചാൻസാണ്. ഷെഡിൽ കയറി തടി എടുത്ത് മണ്ടയ്ക്കൊരു പാലം പോലെ വെച്ച് ആ റൂമിൽ നമുക്ക് അടുത്ത വേണ്ട ഒരു ബലൂണിൻ്റെ പാർട്ടും ഉണ്ട്. മറ്റേ പാലം തറലോട്ടാക്കേണ്ട കറക്കുന്ന സംഭവം ഉണ്ട് അതിനകത്ത്. അപ്പോൾ അത് ഒരു തടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഗെയിം ആകെ മാറും. ഓക്കെ
ഫ്രണ്ട്സ് ഇപ്പോൾ ഗ്രാനിയും അപ്പാപ്പനും നമ്മളെ ഒരുപാട് വന്ന് ഇപ്പോൾ 4ാമത്തെ ദിവസം കൊണ്ടാണ്. എന്തായാലും നമുക്ക് എന്തായാലും ഷെഡ് എടുത്ത് തറയിലോട്ട് ഷെഡിൻ്റെ അവിടോട്ട് ഇട്ടിട്ട് തറയാവും. നമുക്ക് ഷെഡിനകത്ത് തടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഗെയിം ആകെ മാറും. തടിയാണ് ഗൈസ് നമുക്ക് ആവശ്യം. തടി കിട്ടിക്കഴിഞ്ഞാൽ കളി മാറും. ഷെഡിനകത്ത് തടി എങ്ങാനും ഇല്ലെങ്കിൽ ത്രികോണത്തിലും വട്ടത്തിലും നമ്മൾ തേഞ്ഞെന്ന് തന്നെ വിചാരിക്കുക. അപ്പോൾ തടി അതിനകത്ത് കാണുമെന്നാണ് ഒരു പ്രതീക്ഷ. ഇപ്പോൾ നേരെ എന്തായാലും തറയിൽ പോയി ഷെഡിനകത്ത് പോയി എടുക്കാം. കൈ വെച്ചേക്ക്, കാരണം ഇടയ്ക്കെങ്ങാണ് ഒരാൾ കയറി വന്നാലോ. എന്തായാലും ഈ സംഭവം വെച്ച് അടിച്ചിട്ട് അവർ തല ഇറങ്ങി നിൽക്കുന്നേ ഉള്ളൂ. ഗ്രാനി ഇടയ്ക്കിടയ്ക്ക് ചാവുന്നുണ്ട് കേട്ടോ. തല ഇറങ്ങി നിന്നാലും അപ്പാപ്പൻ്റെ കയ്യിൽ നമ്മൾ കണ്ണിഞ്ഞെടുക്കുക. പറഞ്ഞില്ലല്ലോ വന്നു കണ്ട, തല കറങ്ങി നിൽക്കുന്നതേ ഉള്ളൂ. അതാണ് വിഷയം. എന്തായാലും നമുക്ക് തറയിൽ പോയി കീ എടുത്ത് പരിപാടികളല്ലാത്തെങ്ങാണം ഗേഴ്സ് അതിനകത്തെങ്ങാണം തടിയില്ലെങ്കിൽ എൻ്റെ പൊന്നളിയാ വലിച്ച് കിടക്കും നമ്മൾ. ഇതിൽ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലോട്ടൊന്ന് ചെല്ലാം. ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഇനി ഏകയുള്ള ആശ്രയം ഈ ഷെഡാണ് ഗേഴ്സ്. ഷെഡിനകത്തെങ്ങാണം കായ്സ് അവസാനം നമ്മളെ ഗെയിം ചേഞ്ചർ സാധനം കിട്ടുന്നുണ്ട്. പ്ലാങ്ക് കേസ്. ഇതാണ് കേസ് നമ്മുടെ ഗെയിം ചേഞ്ച്. എൻ്റെ ആളെ ലെക്ക് നമ്മുടെ തീപ്പെട്ടി കിട്ടി. ഇപ്പം തീപ്പെട്ടി തന്നെ ഓർത്ത് വെക്കണം. തീപ്പെട്ടി അപ്പോൾ ഇവിടെ ആണുള്ളത്. നമുക്ക് ഈ സംഭവം കൊണ്ടുപോയി ഇവിടെ ആരെയും വീഴുന്നുണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് ഇതുകൊണ്ട് നമ്മൾ മണ്ടയ്ക്ക് വെക്കുന്നു. മറ്റേ കറക്കുന്ന സാധനം എടുക്കുന്നു. 3ാമത്തെ പാർട്ട് എടുക്കുന്നു. തീപ്പെട്ടി എടുക്കുന്നു. എൻ്റെ പൊന്നെ എല്ലാം സെറ്റ് കേട്ടാ. ഗുഡ് പ്ലാൻ. ഈ പ്ലാനിൽ ഇനി ഒരു മാറ്റവും ഉണ്ടാവാതിരുന്നാൽ മതിയായിരുന്നു. ഇതെടുത്ത് നമുക്ക് മണ്ടയ്ക്കോട്ട് വിട്ടാം നേരിട്ട്. ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ അവസാനം എല്ലാ കാര്യങ്ങളും കണ്ടുപിടിച്ച് സെറ്റാക്കി തറയെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളെല്ലാം തറയെ കൊണ്ട് വെക്കുന്നു. നേരെ അടുക്കി വെക്കുന്നു. സാധനം വെക്കുന്നു. പറന്ന് പോകുന്നു ഗൈസ്. എനിക്ക് അമ്മച്ചി അടിയിൽ നിന്ന് പോട്ടെ. അമ്മച്ചി അടിയിൽ നിന്ന് പോയിട്ട് നമുക്ക് സാധനങ്ങളെല്ലാം പയ്യെ മറ്റേ ലിഫ്റ്റ് വഴി തറയിൽ പോയിട്ട് വെച്ച് സെറ്റാക്കണം. ഓക്കെ, ആകെയുള്ള പണിയും കാര്യങ്ങളൊക്കെ അതാണ്. ഇപ്പം നമ്മുടെ ഒരു പാർട്ടാണ് ബലൂണിൻ്റെ 1/3, അതായത് ആദ്യത്തെ പാർട്ടായിരിക്കും. എന്തായാലും ഇത് നമ്മൾ അവിടെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യുന്നു. ഓക്കെ, ഞങ്ങൾക്ക് എല്ലാം ഇനി അവിടെ കൊണ്ടുവന്നിട്ട് കാണിച്ചു തരാം. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പോൾ ഏകദേശം കളി കഴിയാറായിട്ടുണ്ട്. നമുക്കിത് അടിച്ച് തറയിടണം. നമ്മുടെ ഗ്യാസ് നിലയാണ്. ഇപ്പോൾ ഗ്യാസ് കൊണ്ട് ഉരുണ്ട് തലയിട്ട് വന്നോളൂ. അപ്പോൾ നമുക്ക് അപ്പുറത്ത് പോയി നമ്മുടെ ഈ സാധനം എടുത്തുകൊണ്ട് വരാം. നമ്മുടെ 2ാമത്തെ പാർട്ടാണെന്ന് തോന്നുന്നത്. അത് 3ാമത്തെ പാർട്ട് കാര്യങ്ങളാണ്. അപ്പോൾ ഇത് എടുത്തുകൊണ്ട് വന്ന് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇനി എന്താണ് ആവശ്യം? ഇവിടെ വെച്ചൊരു സംഭവം സംഭവിച്ചു. എനിക്ക് മറ്റില്ല നമ്മളെ ഫസ്റ്റ് ആളെ ഗ്രാൻഡ് പാൻ്റെ റൂമിലും കണ്ടൊരു സംഭവം ഉണ്ടല്ലോ, കറക്കുന്നത്. മറ്റേ വെച്ച് കറക്കി ഗ്യാസ് ഇട്ട് വിടുന്ന ആ ഒരു സംഭവം നമ്മളെവിടാന്നുള്ള കാര്യമേ മറന്നുപോയി. ഇനി അവസാനം നമ്മൾ വീണ്ടും ഈ വീട് മുഴുവൻ ചുറ്റി പറക്കി അവസാനം ഓർമ്മ വന്നു. ഗ്രാൻഡ് പാൻ്റെ റൂമിലോട്ട് എത്തിയപ്പോഴാണ് നമുക്ക് ഓർമ്മ കാര്യങ്ങൾ വന്നത്. ആ ഒരു സംഭവം ഗ്രാൻഡ് പാൻ്റെ റൂമിൽ ഇപ്പോൾ നമ്മളിവിടെ എല്ലാം കാരണം തപ്പു കേസ് മണ്ടൻ ഓർമ്മയില്ലാത്തവൻ. അപ്പോഴാണ് മാച്ചസ്. ഇതും മറന്നുപോയി കേട്ടോ. ഞങ്ങൾക്ക് ഈ മാച്ചസ് ഞങ്ങൾ ഫ്രണ്ടിൽ കൊണ്ടുപോയി ഇട്ടിട്ട് നേരെ മണ്ടയ്ക്കും കാര്യങ്ങളും പോയി ആ സംഭവം എടുത്തിട്ട് വരാം. ഞങ്ങൾക്ക് എല്ലാം എടുത്ത് അസേബിൾ ചെയ്യുന്നതും ആ ഒരു ഭാഗം കാണിച്ചു തരാം. ഓക്കെ, അവസാനം നമ്മളെല്ലായിടത്തും തപ്പി അവസാനം നമ്മൾ ഗ്രാൻഡ് പാൻ്റെ റൂമിൽ തന്നെ വന്നിട്ടുണ്ട്. ഗ്രാൻഡ് പാൻ്റെ റൂമിലേക്ക് ഞങ്ങൾ എത്തി. നമ്മളെ സാധനം ഇരിക്കുന്നു. സെറ്റ് പോയി. നമ്മൾ അവസാനം എല്ലാ കാര്യങ്ങളും കണ്ടുപിടിച്ച് ഇതൊക്കെ തറയിലും കാര്യങ്ങളൊക്കെ പോയിട്ട് എല്ലാം കൂടി ഒന്ന് അടുക്കി ഒതുക്കി വെച്ച് സാധനം സെറ്റ് ചെയ്യുക. നമ്മളിവിടുന്ന് പറന്ന് നമ്മളിവിടുന്ന് പോവാണ് കേട്ടോ. അതാണ് നമ്മുടെ ഇനിയുള്ള പ്ലാൻ. സാധനം എല്ലാം ടോപ്പ് ഇവിടെ എല്ലാ സാധനങ്ങളും ഇപ്പോൾ സെറ്റപ്പാണ്. നമുക്കൊരു ഓർഡർ അനുസരിച്ച് സാധനങ്ങളൊക്കെ അങ്ങോട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇതാന്ന് തോന്നുന്നു അതായത് കേസ് ഇതാണ് 1. ഓക്കെ, സംഭവം കാണിച്ചിട്ടുണ്ട്. നമ്മൾ വെച്ചു, സാധനം വെച്ചു. ഒരു കൊട്ട പോലത്തെ സംഭവം നമ്മളെടുത്ത് വെച്ചു. 2ാമത്തത് എൻ്റെ ആളിയാ ഇപ്പഴം കാണാൻ അവരെ കാണാൻ എഴുന്നേൽക്കാൻ സമയമായി കാണത്തില്ല കേട്ടോ. ഇപ്പഴം കാണാൻ വന്ന് പുറന്നടിച്ചു കഴിഞ്ഞാൽ തീർന്നു. പക്ഷേ ഒരു ദിവസം കൂടെ ഉണ്ട് കേട്ടോ. ഇത് 4ാമത്തെ ദിവസം കാര്യങ്ങളാണ്. 4ാമത്തെ ദിവസമാണ് നമ്മൾ നമ്മുടെ കളി പുറത്തെടുത്തത് ഗൈസ്.
ഒടുക്കത്തെ കളി എടാ മോനെ. എന്തായാലും നമ്മൾ അവസാനം നമ്മളെ ഗ്യാസ് ഫിറ്റ് ചെയ്ത് നമ്മൾ ആ കറക്കുന്ന സാധനം ഫിറ്റ് ചെയ്യുന്നു. നമ്മൾ ആ ഹോട്ട് എയർ ബലൂണിൻ്റെ അകത്തോട്ട് കയറി നിൽക്കുന്നു, മാച്ചസ് വെച്ച് കത്തിക്കുന്നു, പറക്കുന്നു. ഓക്കെ ഓക്കെ, ഇനി ഇതും കൂടി കത്തിക്കണം. കത്തിക്കാം. അതെല്ലാം നമ്മൾ അകത്തോട്ട് കയറി ഇതൊന്ന് തിരിച്ചു കൊടുക്കാം. തിരിച്ചിട്ട് ഇനി ഉണ്ടാക്കിയിട്ട് കത്തിക്കാം. സംഭവം ഉയർക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ നേരെ ഇവിടുന്ന് പറന്നു പോവാണ്. ബായ് ഗ്രാനിയൊക്കെ ഇപ്പോൾ ഉറങ്ങുമായിരിക്കും അടി കിട്ടിക്കഴിഞ്ഞ്. ഓക്കെ, ഗ്രാനിയും ഗ്രാൻഡ് ബൈ കടന്ന് ഉറങ്ങുമായിരിക്കും അടിയിട്ട്. അതെല്ലാം നമ്മൾ പൊങ്ങാൻ തുടങ്ങി. ഭയങ്കര ഒരു ഫീലിംഗ് ആണ്. നമ്മൾ ആദ്യമായിട്ട് ഗ്രാനിനെയും ഗ്രാൻഡ് ബൈനെയും വിട്ട് എസ്കേപ്പ് ആയി പോവാണ്. ഞാൻ കുറേ കളിച്ചു കേട്ടാ. എന്തായാലും ബൈ ബൈ ഗ്രാൻഡ് ബാ. നമ്മൾ നോക്കി നമ്മൾ പറന്ന് നമ്മളെ സ്ഥലം കാലിയാക്കാണ്. എന്തായാലും അതാണ് നല്ലത്. ഇനി ഈ വഴി തെറ്റി വഴിക്കോട്ടേ വരല്ലേ. ഇനി അടുത്ത അപ്ഡേറ്റ് വരുമ്പോൾ നമ്മളെ തിരിച്ചു വരുമായിരിക്കല്ലേ. ഓക്കെ ഓക്കെ, പോയി എന്ത് മണ്ടനും മണ്ടിയും ആണ്ടേ മണ്ടനും മണ്ടിയും മോളം തോന്നല്ലേ. കഴിഞ്ഞു അവസാനം.